ഹേ ഗായ്സ്, നാളെ കടയുള്ളതുകൊണ്ട് തന്നെ കടയിലേക്കുള്ള പ്രിപ്പറേഷൻസിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത് അരിയലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിള്ളേർ അവിടെ തകൃതിയായി കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഗോപിക കാപ്പി കൊടുന്ന് തന്നു. അപ്പോൾ നമ്മുടെ കൊത്തമര അരിയൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗോപികയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കൊത്തമര അരിയാനായിട്ട്. പിന്നെ അതാ ഞാൻ ഈ മത്തങ്ങ എടുത്തുകൊണ്ട് വന്നു. നമുക്ക് സാമ്പാറും കാര്യങ്ങൾക്കൊക്കെ മത്തങ്ങ വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു. പിന്നെ നേതൂസ് വന്ന് അവിടെ കളിക്കുന്നുണ്ട്. മത്തങ്ങ ഈ 2 മത്തങ്ങയും ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിയാൻ തൊലി കളയാൻ എളുപ്പത്തിന് വെച്ചു കേട്ടോ. അപ്പോൾ ഒരുവിധം മത്തങ്ങ പകുതിയോടെ അച്ഛനും കൂടി എൻ്റെ കൂടെ ജോയിൻ ചെയ്തു മത്തങ്ങ അരിയലിന്. അപ്പോൾ ഈ ഒരു പാത്രം നിറയെ മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അത് വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ ഗോപികയും കൂടി വന്നപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ഓടിപ്പോയി ഗൈസ്. അപ്പോൾ ആ ഒരു ഏരിയ ഞാൻ നീറ്റാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ അമ്മ തണ്ണിമത്തം മുറിച്ച് കൊടുത്തിട്ട് അവന്മാരിതാ കഴിക്കാൻ വേണ്ടി വരലൊക്കെയാണ്. അമ്മ അവിടെ മീൻകറി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ഉണക്കപ്പയർ കല്ല് നോക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ നേതൊട്ടീനെയും കൊണ്ട് റൂമിലേക്ക് വന്നു കേട്ടോ, അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേതു അവൻ്റെ ആനേനെയും കൊണ്ടുവന്ന് അതിനും ഫുഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവനെ ഫുഡ് കൊടുപ്പിക്കൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഗെയ്സ്. അപ്പോൾ ഇവൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞും ചെയ്തൊക്കെ വേണം അവന് ഫുഡ് കൊടുക്കാൻ. മീമയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവനെ ഫുഡ് കൊടുത്ത് ഫ്രഷാക്കി പുറത്തേക്ക് വന്നു. ഇന്ന് അനിയൻ പോകണോണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കണേ. ചെറിയ അനിയന് ബാംഗ്ലൂർ ജോലി കിട്ടി, അവൻ അവിടെ പോവാണ്. അവൻ ജോലിക്കും അവൻ്റെ ഫ്രണ്ട്സ് അവൻ അവിടെ ആക്കിയതിന് ശേഷം ബാംഗ്ലൂർ ഒന്ന് ചുറ്റി കറങ്ങാനും കൂടിയാണ് പോണത്. അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ നിൽക്കാതെ വേഗം വേദുവിനും സിദ്ധുവിനും കൂടി ഫുഡ് കൊടുക്കാൻ നിന്നു. ഇവരെ ജസ്റ്റ് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയോളെയും കൂടി കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വേഗം ഞാനിതാ സിദ്ധുവിനും വേദുവിനുള്ള ചോറ് കൊടുക്കാനായിട്ട് നിന്നു. അത് കഴിഞ്ഞതും വേദുവിനെ വേഗം ഫ്രഷാക്കാൻ കൊണ്ടുപോയിട്ട് അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവനും കൂടെ കുങ്കുവിൻ്റെ കൂടെ ബാംഗ്ലൂർ പോകണ്ടെന്നൊക്കെയാണ് അവൻ പറയണത്. അവൻ 2 ദിവസമായി ഫുള്ള് ബാഗൊക്കെ എടുത്ത് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നേതൂസിനെയും കൂടി അമ്മ ഡ്രസ്സ് മാറ്റിക്കാൻ പറഞ്ഞപ്പോൾ അവനെയും ഡ്രസ്സ് മാറ്റിച്ചു. വേദു ആണെങ്കിൽ 2 ദിവസമായി അവൻ്റെ ബാഗിൽ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോവാണ്, ഞാൻ കുങ്കുവിൻ്റെ കൂടെ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കണത്. അപ്പോൾ അവൻ്റെ വിചാരം അവനും കൂടെ പോകുന്നതാണ്. അപ്പോൾ നേതുവിനെ ഞാൻ മാറ്റിച്ചതിന് ശേഷം ദേവന്മാർ 2 പേരും ക്യാമറയിൽ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാരെല്ലാവരും ബാഗ് എടുത്ത് വേദും ബാഗൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞനുജൻ ബാംഗ്ലൂർ ജോലിക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അമ്മയും അച്ഛനും മുന്നോളെല്ലാവരും കൂടി അവനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ പോകുന്നില്ല കേട്ടോ, കുഞ്ഞിപ്പെണ്ണുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നില്ല. ഞാൻ അത് കഴിഞ്ഞതും വേഗം പാത്രം കഴുകൽ സെറമണിയിലേക്ക് കിടന്നു. പാത്രം കഴുകാൻ കുറേ ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഗോപിക ആ നേരം കൊണ്ട് വേഗം ഉണ്ണികളൊന്നും ഇല്ലാത്തതല്ല, വേഗം അടിച്ച് വാരിയിടാമെന്ന് പറഞ്ഞ് വേഗം